ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം. അപ്പോൾ അതാദ്യം ഞാൻ കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും. അടുത്തതായിട്ട് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതുവരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഈ ഒരു വെള്ളം നനയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ചെറുപയർ ഇവിടെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. അതിനുശേഷം ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ പരിപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഇനി. അപ്പോൾ ഇതാ കാഷ്യൂസിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ അത് രണ്ടും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു നെയ്യ് ഉൾപ്പെടെയാണ് മാറ്റി വെക്കുന്നത്. അതിനുശേഷം അതേ കടായിയിലേക്ക് തന്നെ ഞാൻ ആ ഒരു ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. 1 മണിക്കൂർ കുതിർന്ന് കിട്ടിയപ്പോൾ തന്നെ അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു വെള്ളം ഉൾപ്പെടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ചവ്വരി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഈ ഒരു ചെറുപയറും ചവ്വരിയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ചവ്വരിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ദാ അത് രണ്ടും നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചവ്വരിയും ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാലിന്യങ്ങളൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ശർക്കരപ്പൊടി എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരേൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇതൊരു ആവശ്യത്തിനുള്ള മധുരം മാത്രമാണ്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് തിളച്ച് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകി വരണം. ആ ഒരു മധുരമൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കണം. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ പായസമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ പൊടിയും ചുക്കിൻ്റെ പൊടിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയിട്ടെടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ആ ഒരു നെയ്യ് ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള ചെറുപയർ ചൗവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടിരിക്കുന്നെങ്കിലും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതങ്ങ് തിക്കാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് തിക്കാവും. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുന്ന സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പായസത്തിൻ്റെ റെസിപ്പീസ് തന്നെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.